സ്വർണത്തിൻ്റെ വിലക്കയറ്റവും സ്വർണ്ണപ്പാളിയുമൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ലോകത്ത് ഇത്രയധികം ലോഹങ്ങൾ ഉണ്ടായിട്ടും ഈ മഞ്ഞ ലോഹത്തിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? എന്താണ് ഇത്ര വില? ഇതുപോലെ ഒരു കഷ്ണം സ്വർണത്തിന് ഏകദേശം 1,30,00,000 രൂപയോളമാണ് വില. സത്യത്തിൽ എന്താണ് ഈ സ്വർണം? ഞാനിന്ന് പറയാൻ പോകുന്നത് ആകാശത്തു നിന്നും ഭൂമിയിലെത്തിയ ഈ മഞ്ഞ ലോഹത്തിൻ്റെ കഥയാണ്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ മാംസം എന്ന് മനുഷ്യൻ വിശ്വസിച്ചിരുന്ന ഈ സ്വർണത്തിൻ്റെ കഥ, ദി ഫ്ലഷ് ഓഫ് ഗോഡ്. ഭൂമിയോ സൗരയുധമോ പോലും ഉണ്ടാവുന്നതിനും വളരെ കാലം മുൻപ് ഭീമാകാരമായ നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ സൂപ്പർനോവ, ന്യൂട്രോൺ സ്റ്റാർ കൊളീഷൻ പോലെയുള്ള പ്രതിഭാസങ്ങളിലൂടെയാണ് സ്വർണം പോലെയുള്ള കാഠിന്യമുള്ള ലോഹങ്ങൾ ഉണ്ടാവുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും കാലങ്ങളോളം സഞ്ചരിച്ച് ഉൽക്കകളിലൂടെയും മറ്റ് പൊടിപടലങ്ങളിലൂടെയുമാണ് ഇവ ഭൂമിയിലെത്തുന്നത്. മനുഷ്യൻ സ്വർണം കണ്ടെത്തുന്നത് ഏകദേശം 6000 വർഷങ്ങൾക്ക് മുൻപാണ്. പുഴയുടെ തീരങ്ങളിൽ മണൽത്തരികൾക്കിടയിൽ തിളങ്ങുന്ന മഞ്ഞക്കല്ലുകളായിട്ടാണ് നമ്മൾ ആദ്യമായി സ്വർണത്തെ കാണുന്നത്. ഒരിക്കലും തുരുമ്പെടുക്കാത്തതും തിളക്കം മായാത്തതും അടിച്ചു പരത്താനും നൂലുപോലെ നീട്ടാനും ഒക്കെ സാധിക്കുന്ന ഈ ലോഹം പണ്ട് മുതലേ മനുഷ്യന് ഒരു കൗതുകം തന്നെയായിരുന്നു. സ്വർണത്തെ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, പുരാതന ഈജിപ്തുകാർ. അവർ വിശ്വസിച്ചിരുന്നത് സ്വർണം ദൈവത്തിന്റെ മാംസമാണ് എന്നായിരുന്നു. സ്വർണത്തിന്റെ മാസ്മരികത മനുഷ്യനെ മത്തുപിടിപ്പിച്ച മറ്റൊരു കഥ കൂടിയുണ്ട്, എൽ ഡൊറാഡോ. ആ കഥ ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഒരു വാർത്ത പ്രചരിക്കുന്നു. തെക്കേ അമേരിക്കയിലെ കാടുകളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു നഗരമുണ്ട്. അവിടുത്തെ ഗോത്ര രാജാവ് കുളിക്കുന്നത് പോലും സ്വർണ്ണപ്പൊടി പൂശിയാണ്. ദേഹമാസകലം സ്വർണ്ണപ്പൊടി പൂശിയ രാജാവ് തടാകത്തിന് നടുവിലേക്ക് നടന്നു ചെന്ന് ആ സ്വർണം ദൈവങ്ങൾക്കായി സമർപ്പിക്കും. അങ്ങനെ യൂറോപ്പുകാർ ആ നഗരത്തെ എൽ ഡൊറാഡോ എന്ന് വിളിച്ചു. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ്, ഇംഗ്ലീഷ്, ജർമ്മൻ പര്യവേക്ഷകർ ആമസോൺ കാടുകളിലൂടെ ആ സ്വർണ്ണ നഗരം തേടി യാത്ര തുടങ്ങി. 300ഓളം വർഷങ്ങളിലായി നിരവധി സംഘങ്ങൾ തിരച്ചിലിനിറങ്ങിയെങ്കിലും ആ സ്വർണ്ണ നഗരം കണ്ടെത്താനായില്ല. അങ്ങനെ ഒരു നഗരം ഇല്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിരവധി ജീവനുകൾ ആ കൊടുങ്കാട്ടിൽ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പുരാണങ്ങളിലും പ്രാചീന കഥകളിലും സ്വർണത്തെപ്പറ്റി പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത് കൂടുതലായി ലഭ്യമാകാൻ തുടങ്ങിയത് 1-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യവുമായി നടത്തിയിരുന്ന കച്ചവടങ്ങൾ വഴിയാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് മാത്രമായിരുന്നില്ല സ്വർണവുമായുള്ള ബന്ധം. അതിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. കർണാടകയിലെ കോളാർ ഗോൾഡ് ഫീൽഡ്സ് അഥവാ KGF. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ സ്വർണ്ണ ഖനികളിൽ ഒന്നായിരുന്നു KGF. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും യാത്ര തുടങ്ങി നമ്മുടെ കയ്യിലും കഴുത്തിലുമൊക്കെ ആഭരണങ്ങളായി മാറിയ ഈ മഞ്ഞലോഹം ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു.